ഹേ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പിള്ളേരെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണേ. നമ്മൾ ഐദൂസിന് സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പം നമ്മളിന്ന് വൈറ്റില ഡെക്കാത്തലോളാണ് കേട്ടോ പോയത്. സ്കൂളൊക്കെ തുറന്നിട്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളെയും കൂട്ടിയതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വണ്ടി നോക്കാനായിട്ട് ഒരു ക്ലയൻറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ മീറ്റ് ആക്കാനായിട്ട് പോയി. ഞാനും പിള്ളേരെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഡെക്കാത്തലോണിൽ കയറി അവിടെ കുറച്ച് നേരമൊക്കെ ചുറ്റി നടന്നിട്ടാം. അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഇന്നിവിടെ. കുറച്ച് പിള്ളേർ സൈക്കിൾ ഓടിക്കാൻ കണ്ടപ്പോൾ ഐദൂസും ഓടി സൈക്കിൾ ഓടിക്കാനായിട്ട് കേട്ടോ. സയാമോക്ക് ചെറിയൊരു സൈക്കിൾ കിട്ടിയപ്പോൾ അവൾ അതും കൊണ്ട് നടക്കേണ്ട. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലുത് വേണമെന്നും പറഞ്ഞ് കരച്ചിലായി. പിന്നെ വലുതിൽ കയറിയതാണ് ഇത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഐദൂസ് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒന്നും കഴിക്കാണ്ടാണ് പോകുന്നത്. അപ്പോൾ അവനിക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കളമശ്ശേരിയിലുള്ള അൽത്താസയിലാണ് ഞങ്ങൾ കയറിയത്. ഞങ്ങൾ മിക്കപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അൽത്താസയിൽ തന്നെയാണ് പോകാറുള്ളത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്നേ. അതിൻ്റെ ഇടയിൽ വാപ്പയും മോനും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഫുഡും കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. നമുക്ക് ബേക്കറിയിലൊന്ന് കയറാനുണ്ട്, അതുപോലെ തന്നെ വണ്ടി എടുക്കാനുണ്ട്. അപ്പം അങ്ങനെ വേഗം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അങ്ങനെ ബേക്കറിയിൽ നിന്ന് കേക്ക് വാങ്ങിച്ച് നമ്മൾ നേരെ ഇനി വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. ഇതൊക്കെ തുറക്കാൻ നോക്കിയിട്ടുണ്ട് വണ്ടി. എന്താ സംഭവം, വണ്ടി നമ്മുടെ കടയുടെ ഫ്രണ്ടിലായിട്ടാണ് വെച്ചിട്ടുണ്ടായത്. നമ്മൾ ചെന്നപ്പോൾ റോഡ് സൈഡിലോട്ട് ഇറക്കിയാണ് വെച്ചത്. അതിലൊരു കീയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ പ്ലഗൊക്കെ ഊരിയിട്ടിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം നാശാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കണക്കിന് നമ്മൾ കിക്കറൊക്കെ അടിച്ചിട്ടാണ് വണ്ടി എടുത്തത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിയാത്ത സ്ഥലത്ത് ഒരിക്കലും വണ്ടി കൊണ്ടുവന്ന് വെക്കരുത്. ഞങ്ങൾക്ക് പറ്റിയ പോലെ തന്നെ പറ്റും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബായ്.